എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് രാവിലെ ചിലപ്പോൾ ദോശമാവ് ഉണ്ടാവില്ല അല്ലേ? ഇഡ്ഡലി, ഉത്തപ്പം, പുട്ട് ഒക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. പക്ഷേ എന്നാലും മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന അത്ര നന്നല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു 1 കപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എൻ്റെ നിന്ന് നേന്ത്രപ്പഴമാണ്. ഇത് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം, പിന്നെ കുറച്ച് അവിലുണ്ടായിരുന്നു. അത് റാഗിയുടെ മില്ലറ്റിൻ്റെ അവിലാണ്. സ്വർഗത്തിൽ നല്ല ക്രിസ്പിയാണ്. അത് നല്ല തന്നെ കഴിക്കാൻ അതൊരു നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതും എടുത്തു. പിന്നെ 1 സ്പൂണ് തേനും ഒഴിച്ചു. ഓ, എന്താ ടേസ്റ്റ്! 1 കപ്പ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ജോലി ചെയ്യാം. അപ്പോൾ നല്ലൊരു ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ റാഗി കഴിച്ച കുറേ ഗുണങ്ങളുണ്ടല്ലോ. എന്താ പറയുക, അത്രയും എക്സ്പെരിമെൻ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവരൊക്കെ റാഗിയിലേക്ക് മാറിക്കൊള്ളാനാണ് പറയുന്നത്. അത്രയും ബെനിഫിറ്റ്സാണ്, അത്രയും ഗുണങ്ങളാണ്. അപ്പം ഈ മോർണിംഗിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ പല രീതിയിലുണ്ടാക്കും, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. എല്ലാം വാങ്ങിക്കൊണ്ടുവരും, ഒക്കെ അവിടെ വയ്ക്കും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ അത് ആക്കി വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ എന്ത് വാങ്ങി കൊണ്ടുവന്നാലും അത് നമ്മൾ മടി പിടിച്ചിരിക്കാതെ എല്ലാം ഓരോന്നിനും ഒരു റൈറ്റ് പ്ലേസ് ഉണ്ടാവുമല്ലോ. ആ റൈറ്റ് പ്ലേസിലാക്കി വെച്ച് കഴിഞ്ഞാൽ അധികം നമ്മുടെ എന്താ പറയുക, ഫുഡ് ഐറ്റംസ് ഒന്നും ചീത്തയാവാതിരിക്കും. ഫുഡ് ഐറ്റംസ് ചീത്തയാവുന്നത് കഷ്ടമാണ് അല്ലേ? അപ്പോൾ അത് ഇന്ന് ഞാൻ റാഗി ദോശയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇൻസ്റ്റൻറ്റ് ദോശ എന്നൊക്കെ പറയുവച്ചാലും എപ്പോഴും നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അത് കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് അരയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. കുറച്ച് ഞാൻ ഉഴുന്നും പിന്നെ ഉലുവയും, എപ്പോഴും ഉലുവ നല്ലതാണ് കേട്ടോ ചേർക്കുന്നത്. അത് എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് നമ്മൾ അരച്ചെടുക്കാം. നന്നായി കഴുകുക. ഈ വെള്ളമില്ലേ ചെടികൾക്ക് ഒഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ ദോശത്തട്ട് നല്ല മയമാവാൻ ഒഴിച്ച് വെക്കുന്നത് നല്ലതാണ്. ഇനി അവിലാണ് കേട്ടോ. അത് അരയ്ക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കിയാൽ മതി. അരി അരയ്ക്കുന്ന സമയം കൊണ്ട് അത് കുതിർന്ന് കിട്ടും, അത്രേ വേണ്ടൂ. ഇനി അരച്ചെടുക്കുക. അതിൽ തന്നെ റാഗിയുടെ അവിലും അരച്ചെടുത്തിട്ട് ഇതിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ കഴിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും നല്ല ഐറ്റംസൊക്കെ പലതിലും ചേർത്തിട്ട് നമുക്ക് അവർക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ റാഗിയുടെ ഹൈലൈറ്റ് പറയുന്നതിന് ഗോതമ്പിനെക്കാട്ടും ഗുണമുണ്ടെന്നാണ് പറയണേ. പിന്നെ അലർജിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന്. ഇപ്പോൾ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ കൂടുതലായിട്ട് റാഗിപ്പൊടി ഉപയോഗിക്കാനാണ് പറയുന്നത്. എല്ലാ രോഗങ്ങളും വരാതിരിക്കാൻ അത്രയും നല്ലതാണ്. പ്രമേഹത്തെ നിയന്ത്രിക്കുന്നത്, അതുപോലെ കുട്ടികൾക്ക്, മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ധാരാളം പ്രോട്ടീൻസ് ഉണ്ടല്ലോ. പിന്നെ കുട്ടികൾക്കൊക്കെ മസിലൊക്കെ നല്ല സ്ട്രോങ് ആവാൻ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും പ്രോത്സാഹിക്കാം. പ്രോട്ടീനും എല്ലാം കൂടുതലാണല്ലോ, ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ അതും ഇതിൽ ചേർത്തു, എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഉണ്ടാക്കാം. ഇനി അതിന് ഞാനൊരു പൊടി ഉണ്ടാക്കുന്നുണ്ട്. ഇതും വളരെ നല്ലതാണ്. നമുക്ക് എന്താ വീട്ടിലുള്ളത് വെച്ചാൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് റെഡ് ചില്ലി, പിന്നെ കറിവേപ്പില, അതാണ് എടുക്കുന്നത്. കറിവേപ്പില എപ്പോഴും നമ്മൾ ഇപ്പോൾ ഫ്രഷായി പൊട്ടിക്കുമല്ലോ. ആ ഫ്രഷായി പൊട്ടിക്കുന്നത് നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണങ്ങിയിട്ടാവും. അപ്പോൾ അതും ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ പൊടികൾ ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ മുരിങ്ങയില, എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇനി ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ദോശ കാണുമ്പോൾ അത്ര നമുക്കൊരു ഇത് തോന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കൂ. നമുക്ക് രാത്രിയൊക്കെ ലൈറ്റ് ഫുഡ് കഴിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ഈ ദോശയൊക്കെ ട്രൈ ചെയ്യാം. എളുപ്പമാണ്. ഒരു പാക്കറ്റ് അവിൽ വാങ്ങിച്ചാൽ തന്നെ മതി, നമുക്ക് അതിനെ ദോശയായിട്ട് മാറ്റാം.
പിന്നെ നല്ല ഭംഗിയൊക്കെ നോക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കഴിച്ചോളൂ. ചർമ്മത്തിനൊന്നും തീരെ പ്രായം തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. ചുളിവുകളൊന്നും വീഴുകയില്ല, അത്ര ഭംഗി വയ്ക്കും ഇത്രേ. അപ്പോൾ വിറ്റമിൻ ഇ പോലെയുള്ള ഘടകങ്ങൾ ധാരാളം ഉണ്ട് ഇതിൽ. അപ്പോൾ നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയവരൊക്കെ ട്രൈ ചെയ്തോളൂ കേട്ടോ. ഇനി ദോശപ്പൊടി ചേർക്കാം, അതിൽ എണ്ണ, നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നെയ്യ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നെയ്യും ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റാഗി ദോശയും രാവിലത്തെ മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഷ്ടമായാലോ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കേ.